എല്ലാവർക്കും നമസ്കാരം. രഞ്ജുവാണ്. നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ നമ്മുടെ ആന്ധ്രയിലൂടെയുള്ള യാത്രയാണ് ഞാനീ കാണിക്കുന്നത്. എവിടെ പോയാലും ആ തൃശ്ശൂർക്കാരിയുടെ ആ ഒരു മനസ്സ് അത് മാറില്ല. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നൊരു കാഴ്ചയുണ്ടല്ലോ, അതൊരു പ്രത്യേക കാഴ്ചയാണ്. അതെന്താണെന്ന് കാണൂട്ട. എവിടെ പോയാലും പ്രതിമയായ പോലും അത് മനസ്സിൻ്റെ ഉള്ളിലെ ഒരു വികാരമാണ്. അതാ ഒരു പ്രതിമയായ പോലും അത് കണ്ടപ്പോൾ നോക്കാതിരിക്കാൻ പറ്റുന്നില്ല. ജീവനുള്ള ആനകളുടെ നാട്ടിൽ നിന്ന് നമ്മൾ വരികയാണെങ്കിൽ കൂടി ജീവനുള്ളവരെ അത്രയും സ്നേഹിക്കുകയും കാണുകയൊക്കെ ചെയ്യണമെങ്കിൽ കൂടിയും ഈ ഒരു രൂപ എവിടെ കണ്ടാലും ഒന്ന് തിരിഞ്ഞു നോക്കും. എന്നും ആനയെ കാണാത്തൊരു കുട്ടിയുടെ കൗതുകമാണ് എനിക്ക്. ഇവിടെയൊക്കെ കണ്ട നല്ല മലനിരകളും എക്സ്പ്രസ് ഹൈവേയുടെ നടുക്കിലെല്ലാം ബോഗൺവില്ലാസ് അരളിച്ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ ആന്ധ്രയിൽ. അപ്പോൾ അത് ഇതുപോലുള്ള പാറകളും കുന്നുകളൊക്കെയാണ് ആന്ധ്രയുടെ പ്രത്യേകത. റോഡ് സൈഡുകളിൽ ഒന്നും ഒരു ചെറിയ കച്ചവടങ്ങളോ ചായക്കടകളോ ഒന്നും കാണില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. നമുക്കൊരു ചായ കുടിക്കാൻ തോന്നിയാൽ ഒരു ചായ വരെ കിട്ടില്ല. അപ്പോൾ ആന്ധ്രയിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ആന്ധ്രയിൽ കൂടുതലായിട്ട് മാവുകളുണ്ട്, മാങ്ങയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അക്കേഷ്യ മരം, കാറ്റാടി, ഇതൊക്കെ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം മാങ്ങകൾ വിൽക്കുന്ന ഷെഡുകളാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് മാങ്ങയൊന്നും ഞാൻ വാങ്ങിയില്ല, പക്ഷേ മാങ്ങകൾ വിൽക്കുന്നത്. പിന്നെ ഇതാ ഇങ്ങനെയുള്ള പാറകൾ, അതിൻ്റെ താഴെയൊക്കെ വീടുകൾ കാണുമ്പോഴേ നമ്മുടെ മനസ്സിൻ്റെ പേടി തോന്നും. ഇതങ്ങനെ ഉരുണ്ട് വല്ല വീടുമ്പിലേക്ക് വീഴുമോ എന്നുള്ളത് കേട്ടോ. ഇവിടെയെല്ലാം മെച്ചപ്പെട്ട തരത്തിലുള്ള വീടുകളാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അതായത് ചെറിയ ചെറിയ വീടുകൾ എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല വീടുകൾ, നല്ല മെച്ചപ്പെട്ട ജീവിതങ്ങൾ. വഴിയോരത്ത് ചായ കച്ചവടം കുറവാണ്. നമ്മുടെ നാട്ടിലെ പോലെ പെട്ടിക്കടകൾ കുറവാണ്. ഒന്ന് രണ്ട് സ്ട്രീറ്റ് പോലുള്ളിടത്താണ് ഈ മാങ്ങകളുടെ ഇതൊക്കെ കണ്ടത്. ഇവിടെ ഏറെ കുന്നും മലയും പാറയും. ഈ പാറയും കുന്നൊക്കെ ഓരോ ഭാഗത്തു നിന്നും മണ്ണൊക്കെ എടുക്കുന്നുണ്ട്. മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ, മണ്ണൊക്കെ ആവശ്യത്തിനെടുത്ത് വിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് മണലൊന്നും ഇല്ലാത്തത്. പക്ഷെ ഇവിടെ കുറേ സ്ഥലത്തും മണൽ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. ഇതൊക്കെ ഉണ്ടായി. ഇങ്ങനെ അക്കേഷ്യ മരങ്ങളൊക്കെ വാണിജ്യാടിസ്ഥാനത്തിൽ നട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പ്രകൃതി രമണീയമായ ഒരുപാട് സ്ഥലങ്ങൾ. അത് നമ്മുടെ ഫോണിൽ എത്ര എടുത്താലും മതിയാവില്ല കേട്ടോ, അത്രയും ഉണ്ട്. അപ്പോൾ വെറുതെ സ്പേസ് കുറേ കളയേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ റഷായിട്ട് പോകുന്ന വീഡിയോസാണ്. അതാ കാണുന്ന മലയുടെ സൈഡൊക്കെ ഇങ്ങനെ കുത്തി ഇടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ നിന്ന് കാണിച്ചതാണ് ഞാൻ ബാക്ക് വ്യൂ ആയിട്ട്. പിന്നെ ഭംഗിയുള്ള ബോഗൺവില്ലാസ്, എവിടെ നിന്ന് നോക്കിയാലും മലകൾ, കുന്നുകൾ, കല്ലുകൾ, പാറക്കെട്ടുകൾ, നല്ല ഭംഗിയുള്ള പാറക്കെട്ടുകളൊക്കെ. അങ്ങനെ ഒരുപാട് സ്ഥലം, ആന്ധ്രയിലെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് അങ്ങനെ കൃഷികൾ കാണാൻ സാധിച്ചു. ആന്ധ്രയിൽ നിന്നാണല്ലോ നമ്മുടെ അവിടേക്ക് അരി കൂടുതൽ വരണേന്ന് പറയും കേരളത്തിലേക്ക്. നമ്മുടെ അവിടുത്തെ പോലെ തന്നെ ഞാറിട്ടിരിക്കുന്നതും നട്ടിരിക്കുന്നതുമായ സ്ഥലങ്ങൾ കാണാൻ പറ്റി. ഈ ഭാഗത്ത് മുഴുവനും കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റി. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമ്മളെ മനസ്സിനെ കുളിർമയേകുന്ന കാഴ്ചകൾ. നെല്ലിൻ്റെ ഇത് എടുക്കുമ്പോൾ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കേരളമാണെന്നേ തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി. പിന്നെ റോഡ് സൈഡിലൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്. നമ്മുടെ ഇവിടുത്തെ അത്ര റഷൊന്നുമില്ല. നല്ല എക്സ്പ്രസ് ഹൈവേ കൂടെയാണ് പോണത്. നല്ല റോഡുകളും നമുക്ക് പോകാൻ പറ്റിയ നല്ല ഇതുകളാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ലൊരു യാത്രയായിരുന്നു. നെല്ല് ഇവിടെ കണ്ടാലും ഞാൻ എടുക്കും. ഇങ്ങനെ നോക്കുമ്പോൾ പനകളൊക്കെ നിന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ എനിക്കിത് ശരിക്കും നമ്മുടെ പാലക്കാടിൻ്റെ ഒരു ഇതുപോലെയൊക്കെ തോന്നും. കണ്ടാൽ നിറയെ നെല്ലും പനകളും എല്ലാം ഉണ്ട്. അപ്പം ഇത് കണ്ടാൽ തന്നെ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളെ ഏറെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിൽ സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തി കൃഷികൾ നടത്തിയിട്ടുണ്ട്. ഇതും ഒരു ടൈപ്പ് മാങ്ങ കിട്ടുന്ന സ്ഥലമാണ്. ഇത് ബംഗനാപ്പള്ളിയുടെ ആണെന്ന് തോന്നുന്നു. ബംഗനാപ്പള്ളി മാങ്ങയുടെ സ്ഥലം. അപ്പോൾ അവിടെ ഇങ്ങനെ ഷെഡുകളിലും മാങ്ങ വെച്ചിരിക്കുന്നു. തൊട്ട് പുറകിലായിട്ട് തന്നെയാണ് തോട്ടങ്ങളുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ലോറിയിലൊക്കെ കയറ്റി പോകുന്നതും ഇതൊക്കെ വലിയ മാവിൻ തോട്ടങ്ങളാണ്. എന്തൊരു നല്ല ഭംഗിയുള്ള
ചെടികൾ വെച്ചിരിക്കുന്ന പോലെ ഭംഗിക്കാണ് നമ്മുടെ ഈ അക്കേഷ്യ മരങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ മാവിൻ തോട്ടങ്ങളാണ്, 2 സൈഡിലും മാവിൻ തോട്ടങ്ങളാണ്. ചെറിയ മാവ് ബുഷിയായിട്ട് വളരുന്നത്, മാങ്ങ കൈ കൊണ്ട് പറിച്ചെടുക്കാൻ പറ്റും അതുപോലത്തെ മാവുകൾ. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ പ്രധാന കാഴ്ചകളാണ്. നമ്മളിപ്പോൾ ഇവിടെ മാംഗോ കണ്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചതാണ്. ഇത് അവരുടെ സ്വന്തം മാങ്ങ ബംഗനാപ്പള്ളിയാണ്. നമ്മുടെ നാട്ടിലും ഉണ്ട് ഇപ്പോൾ ബംഗനാപ്പള്ളി മാങ്ങകൾ. അപ്പോൾ അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഈ കാണുന്നതൊക്കെ സെയിം കാഴ്ചകൾ തന്നെയാണെങ്കിലും സെയിം പോലെ തന്നെയാണെങ്കിലും ഓരോരോ ഭാഗങ്ങൾ, ഇപ്പോൾ നമ്മൾ ആന്ധ്രാപ്രദേശിൽ വന്നിട്ട് ട്രെയിൻ കണ്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ട്രെയിനിൻ്റെ ഒരു വീഡിയോ എടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് സെറ്റായിട്ടാണ് നമ്മൾ വന്നത്. അങ്ങനെ നമ്മുടെ ഓരോ യാത്രയിലും കണ്ട ഇതൊക്കെയാണ് നമ്മുടെ യൂക്കാലി അല്ല സോറി മറ്റേ മരം, അക്കേഷ്യ മരങ്ങൾ ഭംഗിയിലാണ് വെച്ചിരിക്കുന്നത്. ചെടി വെച്ചിരിക്കുന്ന പോലെ ഓരോന്നും ഇങ്ങനെ ഇത്. അപ്പോൾ ഈ അക്കേഷ്യ മരങ്ങൾ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണേ. പിന്നെ വീണ്ടും പാടങ്ങൾ കണ്ടപ്പോൾ നമ്മൾ പാടത്തിൻ്റെയൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കാറ്റാടി മരങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്തിനാ അവിടെ കൊമേഴ്ഷ്യലായ ആവശ്യത്തിനാണെന്നറിയാം. ഇത് കണ്ട ഇവിടെ കുറേ സ്ഥലത്ത് ഇതിങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇത്തരം കാഴ്ചകളാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത്. വളരെ ഭംഗിയുള്ള കൃഷിയും വ്യാവസായികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. ബോഗൻവില്ലാസ് ഉണ്ടോ വൈറ്റ്, മനം കുളിർക്കണ പോലത്തെ കാഴ്ചയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളായിരിക്കും കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീഡിയോസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി.